ഗായ്സ്, അപ്പോൾ ആദിയുടെ ബോട്ടോക്സി ട്രീറ്റ്മെന്റ് മീൻസ് അവള് ഹെയറിനെ ഭയങ്കര അടിപൊളിയാക്കാൻ നമ്മൾ തീരുമാനത്തിലോട്ട് എത്തി. നമ്മളിപ്പോൾ സലൂണിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ആദ്യം ഹെയർ വാഷ് ചെയ്തിട്ട് അടിക്കുന്ന വാഷ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അവളുടെ ഇന്നത്തെ ലുക്ക് മാറ്റാൻ പോവുകയാണ്. അവളുടെ ഹെയർ സ്ട്രക്ചർ ഒന്ന് മാറ്റാൻ പോവുകയാണ്. വേറെ ഒന്നല്ല, നോർമൽ ബോട്ടോക്സിയുടെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോർമൽ ലുക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. നമ്മുടെ സാധാരണ അങ്ങനെ ട്രീറ്റ്മെന്റ് ലുക്കൊന്നും ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലുക്കല്ല. ശരിക്കും നോർമൽ ഹെയർ എന്താണോ അതിന്റെ സ്ട്രക്ചർ തന്നെയായിരിക്കും, പക്ഷെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഭംഗിയായിരിക്കും കാണാൻ. അത് മാത്രമാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവളുടെ ഫൈനൽ ലുക്ക് എന്താണെന്ന് കാണാം. പിന്നെ എൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു സ്പാ ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹെയറിലൊന്നും ചെയ്യാറില്ല. അറിയാലോ നിങ്ങൾക്ക്, എൻ്റെ ഹെയറിൽ തൊട്ടുള്ളൊരു കളിയില്ല. ഹെയറിൽ എന്താ പറയാ, അങ്ങനെ ഇപ്പം ഞാൻ കുറേ നാളുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇരിക്കുന്ന എൻ്റെ ഹെയറിൻ്റെ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അങ്ങനെ വേറെ ഒന്നും തന്നെ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടില്ല. ആകപ്പാടെ ചെയ്തത് കഴിഞ്ഞൊരു പാർലറിൻ്റെ പ്രൊമോഷൻ പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് അപ്പോഴേ ഞാനൊന്ന് ഹെയർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തു. ബാക്കിൽ ഇരിക്കുന്ന അഖിൽ ചേട്ടന്റെ കാലാണ്. അഖിൽ ചേട്ടനാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. 2 അഖിൽമാരുണ്ട്. അഖിൽമാരുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ്ട് ഇവിടെ ഈ ഷൂസ് കാണില്ലേ, വൈറ്റ് ഷൂസ് കാണുന്നതാണ് അഖിൽ ചേട്ടൻ. അഖിൽ ചേട്ടൻ ഒന്ന് കാണാൻ പറ്റൂ? എന്താ പോ അപ്പൊ അതാണ് അഖിൽ ചേട്ടന് ഭയങ്കര നാളമാണ് ഗൈസ്. എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഒരു നാളമുള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഭയങ്കര അപ്പൊ അങ്ങനെ ചേട്ടനാണ് നമ്മളെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം, എന്തൊക്കെയാണ് അവളുടെ മുടിയിൽ അവർ ചെയ്യുന്നതെന്ന്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ അഖിൽ ചേട്ടൻ. കണ്ടോ സുന്ദരൻ സുമുഖനുമായ. ഇതുവരെ കല്യാണം കേൾക്കാത്ത ആളാണ്, അതുകൊണ്ട് പെൺകുട്ടികളെ നോക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. പാൺകുട്ടി. പിന്നെ ഈ കൂട്ടത്തിലൊന്നും ഈ സാലൂണിന്റെ ഓണറും നമ്മുടെ ഇന്നത്തെ പരിപാടികൾക്ക് ചെയ്യുന്ന വീണ്ടും രണ്ടാമത്തെ ഒരു അഖിൽ ചേട്ടനാണ് ഇത്. ഒളിച്ചൊക്കെ നിൽക്കുന്ന വിളിക്കുന്ന അഖിൽ ചേട്ടൻ, നിങ്ങൾ വിളിക്കുന്ന ആള് അഖിൽ ചേട്ടൻ വിളിക്കുന്നു. ദേ ലൈക്ക് അപ്പൊ ആദ്യയുടെ ഹെയർ തന്നെ ആൾ ചായ കുടിക്കാൻ പോകും. എന്താ പറയാ, ഹെയർ നന്നായി വാഷ് ചെയ്യുവാണ്. ഓണർ ബാക്കിൽ കോട്ട് വൈകിടുന്നു. ആദ്യയുടെ നിങ്ങൾ കണ്ടല്ലോ, അവള് പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. അവളുടെ ഹെയറിൽ ക്രീംസ് ഒക്കെ ഇട്ട് അവള് മൊത്തത്തിൽ ഡ്രൈ ഒക്കെ ചെയ്ത് ഇപ്പം ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെത് ഡൺ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. ലൈക്ക് എനിക്ക് ഒരു സ്പായാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വേറൊന്നും ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്യുന്നില്ല. സോ അപ്പം അത് ചെയ്തോണ്ടിരിക്കുകയാണ്.
ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. കാണാനല്ലോ. ഓക്കെ ഫൈൻ. തലയിൽ കൂടെ പുകയ്ക്ക് വരുന്നത് കണ്ടത് ഗൈസ്. ഇവിടെ ഇവിടെ കുറെ പേര് പറഞ്ഞു ബുദ്ധിയില്ലാത്ത പിള്ളേരുടെ തലയിൽ എന്തോ പറഞ്ഞേ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബിലോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത അതാൽ പെൺകുട്ടികളെ തേടുന്ന അഖിൽ പറഞ്ഞ ഒരു കോമഡിയാണ് ഗായ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ബിലോ. എനിക്ക് റിയാക്ഷൻ കണ്ടുവിടാ. അങ്ങനെ മാലു ഇപ്പൊ എന്താ അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ പോയി കണ്ടിട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഈ പോഹയൊക്കെ കൊണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ. Do you like our Kerala food? Man, our Kerala's famous food is Onam Sadhya. Sadhya. You know Sadhya? Yeah, I know. You know. Sam, you know? You know Sadhya? Sadhya is very sweet. But I like Pani Puri. I like Pani Puri. Really? I like Pani Puri, Masala Puri, Masal Puri. And I also like Vada Pav. That's my favorite. I like North Indian food and also like South Indian food. Yeah. Which festivals are famous in North India? Eid. Okay, Eid. And Ganesha Chaturthi. Ganesha. Yeah, that's my thing for it. In Malu said Ganesha Chaturthi. Chaturthi. That's a famous function and famous festival, I think, North India. Onam, Christmas, and Onam is very important function in our Kerala. What? Yes, must start, but this year not celebrate Onam in Trivandrum because do you all know that the Wayanad situation, and our Kerala government said this year not celebrate to any Onam festivals in Kerala because it's a very tragedy. This time we all see that it's very sad news. നമ്മൾ വാഷ് ചെയ്തു. നല്ല അടിപൊളി മസാജ് ഒക്കെ ആയിരുന്നു ഗൈസ്. നമുക്ക് മീൻസ് മാസ്ക് ഇട്ട ടൈമില് സോ നൈസ് ആയിരുന്നു. നിങ്ങൾ എൻ്റെ എക്സ്പ്രഷൻ അപ്പോൾ കണ്ടു കാണും. സോ എനിക്ക് നിങ്ങളടുത്ത് കോമഡി അടിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഞാൻ കൂടുതൽ അതിൽ മുഴുകിയിരിക്കുകയാണ്. കാരണം എനിക്ക് നല്ല ഹെഡ് ഏക്ക് ഉണ്ടായിരുന്നു ആ ടൈമിൽ. സോ അത് ഇപ്പം എനിക്ക് ഒരു റിലീഫ് കിട്ടി. നല്ല രസമായിരുന്നു. കൊറോണയ്ക്ക് ശേഷം എൻ്റെ ഹെയർ ഇപ്പോൾ ഇങ്ങനെയാണ്. എനിക്ക് അതിൽ ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3 മാസം കൊണ്ട് ഞാൻ വളരെ അധികം ഹെയർ ഫോളിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് അപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ കേളി ഹെയർ എങ്ങനെയാവും എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അതായത് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രാന്ത് ലുക്ക് ആവും. പക്ഷെ നമ്മൾ ഇപ്പൊ സെറ്റ് ആവും. സെറ്റായിട്ടൊരു വരവുണ്ട്. ഇപ്പൊ നോക്കിയോ. എത്ര ക്യാമറ ഫിയറുള്ള ആൾക്കാരെയും ഞാൻ സെറ്റാക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്റെ ബാക്കിൽ. അതാണ് നമ്മുടെ സലൂണിന്റെ പേര്. അതായത് നമ്മൾ എന്ത് പറയും സലൂണിന്റെ പേര്. സോ അവിടുത്തെ ഏറ്റവും കിടിലമായ, അതായത് നമ്മുടെ സലൂണിലെ ഏറ്റവും കിടിലമായ ഒരാളാണ് എൻ്റെ മുടി ഇപ്പൊ ക്ലൈം ചെയ്തുകൊണ്ടിരിക്കുന്ന അഖിൽച്ചേട്ടൻ. ഓക്കെ. നമ്മുടെ സലൂൺ ഡേയില് നമ്മുടെ എന്താ പറയാ നമ്മളുടെ ബോട്ടോക്സിങ് എന്റെ സ്പായും ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ആദ്യം ബോട്ടോക്സ് ചെയ്ത ആളുടെ വിശേഷം എന്താണെന്ന് അറിയാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഉണ്ടായത്. കാരണം ബോട്ടോക്സ് എങ്ങനെയാണ് ഏതാണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ഓണർ അഖിൽ ചേട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു.
നമ്മൾ വേറൊരു പാർലറിൽ പോയാൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരില്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്താൽ ഇതാണ് നല്ലത്, കാരണം നമ്മുടെ ഹെയറിന് എന്താണ് പറ്റുന്നത് അതാണ് ചെയ്തത്. കാരണം എനിക്ക് ഒന്നും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല, കാരണം പലതും കെമിക്കൽസ് ഉള്ളതാണ്. അപ്പൊ ഏതാണ് അത്രയും കെമിക്കൽ കുറഞ്ഞത്, ഏതാണ് നല്ലത് എന്നുള്ളത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രത്തുള്ളവരാണ് എന്തായാലും ഈ പാർലറിൽ വരണം. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും എൻ്റെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വരും. കാരണം അത്രയും ഇതുണ്ട്. നമ്മള് ചില പാർലറിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരെ കൂടുതൽ നോക്കുന്നത് എന്താ, അവരുടെ സർവീസും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇപ്പം കസ്റ്റമേഴ്സിന് എന്താ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആ ഒരു ലെവലിലായിരിക്കും കാണുന്നത്. പക്ഷെ ചേട്ടൻ കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി നമ്മൾ എന്താ പറയാ, എടാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാം, ഓക്കെ നിങ്ങൾ ചെയ്തോ, പക്ഷെ നിങ്ങൾ റിസൾട്ട് ഒക്കെ കിട്ടും ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൂടി തൊലഞ്ഞു പോകും എന്നുള്ള ലെവൽ തന്നെയാണ് ചേട്ടൻ ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു ഇതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല പുള്ളി പറഞ്ഞത്. കാര്യം നമുക്ക് കൂടുതൽ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയാൻ ഹെൽപ്പായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ്, ഫൈൻ എന്നുള്ളൊരു മൈൻഡ് വന്നു. സോ എന്താ പറയാ, എന്റെ സ്പാ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ നോർമൽ ഒരു സ്പാ ആണ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഭയങ്കര ഹെഡേക്കും ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര, നിങ്ങൾ ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഭയങ്കര റിലീഫായിട്ടാണ് ഇരുന്നത്. കാരണം നല്ല ഓക്കെ, എനിക്ക് ഓക്കെ ആയിരുന്നു. കാരണം ചെയ്തതിന് ശേഷം ഒരു റിലീഫൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇവിടെ അതായത് കട്ടൻ കേൾസ്, അതായത് കടമനയിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് കട്ടൻ കേൾസ് ഞാൻ ഭയങ്കരമായിട്ട് നന്നായിട്ട് സജസ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും കട്ടൻ കേൾസ്. സോ ഇവിടെ വരാൻ ഇഷ്ടമുള്ളത്, നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വരണം, ചേട്ടനെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചേട്ടനക്ക് മീറ്റ് ചെയ്താൽ കുറെ കൂടി നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം പല സലൂൺസും പ്രൊമോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ എന്താ പറയാ, അമോണിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പല ഹെയർ കെയറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരാളുടെ അഡ്വൈസ് എപ്പോഴും നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിലാണെങ്കിലും എപ്പോഴും എടുത്തിട്ട് വേണം നമ്മളൊരു കാര്യത്തിലോട്ട് കടക്കാൻ. ഞാൻ എപ്പോഴും ചെയ്യും, ഒരാളുടെ അഡ്വൈസ് എപ്പോഴും എടുക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ്, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തിരക്കും. സോ അങ്ങനെ നമുക്കൊരു ഹെൽപ്പ് ചെയ്യണം, നമുക്ക് ചെയ്തത് ഭയങ്കര ഒരു കാര്യമായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.